കൊച്ചിൻ കോർപ്പറേഷനിലെ UDFന്റെ ഉജ്ജ്വലമായ വിജയം ഈ നാട്ടിൽ ജനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. UDFന് ആ വിജയം 100% ആത്മാർത്ഥതയോടുകൂടി ഈ നാടിൻ്റെ വികസനത്തിനും സാമൂഹിക ക്ഷേമ പുരോഗതിക്കും UDF അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകും. സ്വാഭാവികമായും 26-ാം തീയതി മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിൻ്റെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുക്കാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ UDFന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി, കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിലുള്ള മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തി, UDFന്റെ കോർ കമ്മിറ്റി കൂടി അതിനകത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കഴിഞ്ഞ 3 ടേമായി കൗൺസിലിലെ വിവിധ പദവികൾ അലങ്കരിച്ച ഈ പ്രാവശ്യം 4ാമത്തെ ടേമായി ജയിച്ചു വന്ന ശ്രീമതി VK മിനിമോൾ മേയർ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മേയറായി VK മിനിമോളെയും ഡെപ്യൂട്ടി മേയറായി യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ദീപക് ജോയിയാണ്. ദീപക് ജോയി 2ാം വട്ടമാണ് കോർപ്പറേഷൻ കൗൺസിലറാകുന്നത്. ദീപക് ജോയിയെയും രണ്ടുപേരെയുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ രണ്ടുപേരെയും ഞങ്ങൾ ഈ പദവികൾ ഏൽപ്പിക്കുന്നത്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നല്ല ജനകീയ അംഗീകാരമുള്ള 2 ജനപ്രതിനിധികളാണ് മേയറും ഡെപ്യൂട്ടി മേയറുമായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും രാഷ്ട്രീയ വിവേചനമില്ലാതെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ നഗരവികസനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടു കൂടി ഈ നഗരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒക്കെ പരിഹാരം കാണാൻ കഴിയാവുന്ന നല്ല പരിചയമുള്ള, അതിന് പ്രാപ്തിയുള്ള 2 പേരെയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ആദ്യത്തെ 2.5 വർഷക്കാലം, ആദ്യത്തെ ടേം 2 ടേമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ 2.5 വർഷക്കാലം ഇവർ 2 പേരും, പിന്നീട് വരുന്ന 2.5 വർഷക്കാലം ഒന്ന് മേയറായി ഷൈനി മാത്യു, രണ്ടാമത്തേത് ശ്രീ KVP കൃഷ്ണകുമാറുമാണ്. അവരും ഈ നഗരസഭയിലെ നിരവധി വട്ടം കൗൺസിലർമാരും വിവിധ പദവികൾ അലങ്കരിച്ച ആളുകൾ കൂടിയാണ്. സ്വാഭാവികമായും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കേണ്ട പ്രവർത്തനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഐക്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ നഗരസഭാ ഭരണത്തിന് കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും മുന്നോട്ട് പോകാനും തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനും കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങൾ പരിഗണിക്കേണ്ട എല്ലാ ആളുകളെയും പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ ആദ്യമായിട്ടല്ല ടേം തീരുമാനിക്കുന്നത്. ഞങ്ങൾ നഗരസഭയിലും അതുപോലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സീനിയറായി ജയിച്ചു വരുന്ന ആളുകൾക്ക് ടേം തീരുമാനിച്ചു കൊടുക്കുന്നത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന കാര്യങ്ങളിലും ഒക്കെ നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഈ വരുന്ന ആളുകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകളുടെ കൂടി കഴിവുകൾ, ആ കഴിവുകൾ കൂടി അവർക്ക് ചെയ്യാൻ കഴിയാവുന്നത്ര കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ 4 പേരും ഇതിനേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമൊക്കെ ഈ കൗൺസിലുണ്ട്. ഇപ്പം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ആളുകളാണ്. 100% പാർട്ടിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വിധേയമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പാർട്ടിയിലെ സീനിയർ ഭാരവാഹികളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കാനുള്ള സർക്കുലർ എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പാക്കാറുള്ളത്? പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് അതിൽ കാര്യമായത്? അല്ല, എല്ലാ രീതിയിലുള്ള പരിഗണനകൾ അക്കാര്യങ്ങളിലുണ്ടായി.
പാർട്ടിയിലെ സീനിയോറിറ്റി. അത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ മാനദണ്ഡങ്ങളാണ് പാർട്ടിയുടെ സർക്കുലറിലുണ്ടായിട്ടുള്ളത്, തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുക. അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിച്ചിട്ടാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും ആളുകളെ തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പും പാർട്ടിയിൽ ഇതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അവർക്കും പലപ്പോഴും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിഗണനകളുമുണ്ട്. പാർലമെൻ്ററി പാർട്ടിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ എന്നുള്ള രീതിയിൽ ജയിച്ചു വരുന്ന കൗൺസിലർമാരുടെ കൂടി അഭിപ്രായം കേൾക്കുക എന്നുള്ളത് കൂടി കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അക്കാര്യവും മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായവും എല്ലാം പരിഗണിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന സ്ഥാനമാനങ്ങളിലേക്ക് ഇനി വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നിരവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, അതുപോലെ മറ്റു പല സ്ഥാനമാനങ്ങളുണ്ട്. ഒരാൾക്കും നിരാശപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകില്ല. എല്ലാവരെയും പരിഗണിച്ച് തന്നെയാണ് പോകുകയുള്ളൂ. ഓക്കെ.